ഡൽഹിയിൽ എല്ലാ സ്ഥലത്തും ഇന്ന് പുലർച്ചെ മുതൽ കനത്ത മഴയാണ്. ആ മഴയിലാണ് ഇവിടെ ഹരിനഗറിലെ ജയ്പൂർ വലിയ ദുരന്തം ഉണ്ടായത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇതൊരു ചേരി പ്രദേശമാണ്. പലയിടങ്ങളിൽ നിന്നായി ആക്രി പെറുക്കി കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിവെച്ച് അത് വിൽപ്പന നടത്തി ജീവിക്കുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണിത്. അവരുടെ ചെറിയ കൂരകളിൽ അവർ ഇന്നലെ രാത്രി കിടന്നുറങ്ങി. പക്ഷേ പുലർച്ചെ ഈ സമീപത്തുള്ള നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അതൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ മതിൽ അത് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് കെട്ടിയതാണ്. പക്ഷേ ആ ഉയരം അത് കെട്ടിയതിൻ്റെ ബലക്കുറവൊക്കെ ആയിരിക്കണം. എന്തായാലും പുലർച്ചെ ആ മതിൽ ഇടിഞ്ഞ് താഴേക്ക് വീണപ്പോൾ അവിടെ കുടിലുകളിൽ താമസിച്ച ആളുകൾ കുടുങ്ങിപ്പോയി. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ കുടുങ്ങിയെന്നത് മറ്റുള്ളവർ അറിഞ്ഞത്. അതിനുശേഷം വന്ന് രക്ഷാപ്രവർത്തനമൊക്കെ ആരംഭിച്ചു. പക്ഷേ 7 മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ഒരാൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു, ബാക്കി 7 പേരും മരണപ്പെട്ടു എന്ന ഏറ്റവും ഖേദകരമായ റിപ്പോർട്ടാണ് ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും NDRFും ഡൽഹി പോലീസും എല്ലാം ചേർന്നാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയത്. JCB എല്ലാം കൊണ്ടുവന്ന് ഇവിടെ പരിശോധന നടത്തിയെങ്കിലും മറ്റ് കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് വ്യക്തമായതിനു ശേഷം രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു. सुबह 9 बजे तक पता नहीं दीदी परिवार कोई भी नहीं है, दोनों में भी खत्म हुआ. ഈ ജുഗിയിലുള്ള ഈ ചേരി പ്രദേശത്തെ മുഴുവൻ ആളുകളോടും ഒഴിഞ്ഞു പോകാൻ വേണ്ടി ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. അവർ മാറിയിട്ടുണ്ട്. മഴയ്ക്കിപ്പോൾ അല്പം ശമനമുണ്ടെങ്കിലും ഇന്നും നാളെയുമൊക്കെ ഡൽഹിയിൽ കനത്ത മഴയുണ്ടാകുമെന്നും ഒപ്പം തന്നെ റെഡ് അലേർട്ടാണ് എന്നും മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് ആളുകളൊക്കെ തന്നെ സുരക്ഷിതമായി നിൽക്കണം, യാത്ര ചെയ്യണമെന്ന നിർദ്ദേശം കൂടിയുണ്ട്. എന്തായാലും ഇന്നത്തെ മഴയുടെ ദിവസം ഏറ്റവും ദുഃഖകരമായ വാർത്ത വന്ന സ്ഥലമായി ഈ ഹരിനഗർ മാറുകയാണ്. ഹരിനഗറിൽ നിന്ന് ജഗദീഷ് മിശ്രനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.